വെച്ചു. നമ്മൾ കുറെ കാലത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഒരാഴ്ച മുന്നേ എനിക്ക് വലിയൊരു സംശയമുണ്ടായി. എന്നെ പോലെ നിങ്ങൾക്ക് ചിലരിലും ഈ സംശയം ഉണ്ടാകാം. എന്താണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം, വരൂ. ഈ ചട്ടിയിലുള്ള ആമ്പലിനെ കണ്ടില്ലേ? ഒരാഴ്ച മുന്നേ നമ്മളെ കുടുംബത്തിൽ വന്നു ചേർന്നവനാണിവൻ. പക്ഷേ ഇന്നലെ രാത്രി ഇവൻ എന്നെ കൺഫ്യൂഷനാക്കി. ഒരാമ്പൽ എന്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? വെളുത്ത പൂക്കൾ രാത്രിയാണല്ലോ വിരിയാറ്. അതിന്റെ കാരണം നമ്മളിൽ ചിലർക്കൊക്കെ അറിയാം. പക്ഷേ എന്റെ വീട്ടിലെ ഈ പിങ്ക് ആമ്പൽ ഇന്നലെ രാത്രി വിരിഞ്ഞു. അതിന്റെ കാരണം എന്താവാം? വെളുത്ത പൂക്കൾ രാവിലെ വിരിയാത്തതിന്റെ കാരണം എന്തെന്നറിയാമോ? കളറുള്ള പൂക്കളും ഭംഗിയുള്ള പൂക്കളും ഒക്കെ രാവിലെ വിരിയുമ്പോൾ വെളുത്ത പൂക്കളെ ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ വണ്ടുകളും പൂമ്പാറ്റകളും കളറുള്ള പൂക്കളെ മാത്രം പോളിനേറ്റ് ചെയ്യും. അപ്പോൾ വെളുത്ത പൂക്കൾ എന്ത് ചെയ്യും? വെളുത്ത പൂക്കൾ സാമർത്ഥ്യം ഉപയോഗിച്ച് രാത്രി വിരിയും. രാത്രി വിരിയുമ്പോൾ കളറുള്ള പൂക്കളൊന്നും വിരിയില്ല. അപ്പോൾ വെളുത്ത പൂക്കളെ പോളിനേഷൻ ചെയ്യാൻ പല ജീവികളും വരും. ഇതുകൊണ്ടാണ് വെളുത്ത പൂക്കൾ രാത്രിയിൽ വിരിയുന്നത്. പക്ഷെ രാവിലെ വിരിയുന്ന വെളുത്ത പൂക്കളും ഉണ്ട് കേട്ടോ. എന്നാലും എന്റെ സംശയം അതായിരുന്നില്ല. എന്റെ പിങ്ക് ആമ്പൽ എങ്ങനെ രാത്രി വിരിഞ്ഞു? ഞാൻ വിടുമോ? ഞാൻ കുറെ സെർച്ച് ചെയ്തു. എന്നിട്ടോ ഉത്തരം കിട്ടി. ഞാൻ പറഞ്ഞു തരേ. പിങ്ക് ആമ്പൽ രാത്രി വിരിഞ്ഞതിന്റെ കാരണം അവസാനം ഞാൻ കണ്ടെത്തി. അതിന് കാരണം രാവിലത്തെ ചൂടുകൊണ്ട് എനർജി ലോസും വാട്ടർ ലോസും ഉണ്ടാവാതിരിക്കാനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ചിലപ്പോൾ ഇച്ചിരി കൂടെ മാറ്റങ്ങൾ ഉണ്ടാവാം. പല പൂക്കളും ഇതേപോലെ രാത്രി വിരിയാറുണ്ടാവാം. നിങ്ങൾക്കറിയുമെങ്കിൽ കമന്റ് ചെയ്യണേ. ഇത്തരം വീഡിയോസുമായി ഇനിയും കാണാം. ബൈ.